അതെ, സ്വാതന്ത്ര്യം ചോദിക്കാൻ ഇമാം ബുഖാരി മനുഷ്യനല്ലേ, മഅസൂമല്ലല്ലോ, തെറ്റുപറ്റിക്കൂടെ? ഇമാം ബുഖാരി എന്ന മനുഷ്യന് തെറ്റുപറ്റാം, സംശയമൊന്നുമില്ല. ഇമാം ബുഖാരി നബിയൊന്നുമല്ല, മലക്കല്ല, മനുഷ്യനാണ്, വഹിയുള്ള ആളല്ല. അവിടെ അബദ്ധങ്ങൾ ഏത് മനുഷ്യനും എന്താ പറയുക ഇമാം ബുഖാരിക്കും സംഭവിക്കാം. പിന്നെ നമ്മൾ നോക്കാവുന്നതാണ് ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തെറ്റ് പറ്റാം എന്ന സാധ്യത ഓക്കെ, തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇത് ഒന്ന് ഇമാം ബുഖാരി മാത്രം ഒറ്റയ്ക്ക് എഴുതിണ്ടാക്കിയ കിതാബല്ല. ഇമാം ബുഖാരി വർഷങ്ങൾ പണിയെടുത്ത് അന്ന് ലഭ്യമായ എല്ലാ പണ്ഡിതന്മാരെയും കണ്ട് അവരിൽ നിന്നെല്ലാം പഠിച്ച് അവരിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അത് ക്രോഡീകരിക്കുക മാത്രം ചെയ്തത്. അല്ല ഇമാം ബുഖാരിയുടെ ഒരു ആശയത്തിൽ കിതാബ് എഴുതിയാണോ? അല്ല. നബി ഇങ്ങനെ പറഞ്ഞു എന്ന് ഇയാൾ ഇന്നയാളോട് പറഞ്ഞുവെന്ന്, അദ്ദേഹം ഇന്നയാളോട് പറഞ്ഞുവെന്ന് ഇന്നയാൾ എന്നോട് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്. ഇമാം ബുഖാരി ആകെ അതേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുവെന്ന്, ഇന്ന സ്വഹാബി പറഞ്ഞുവെന്ന്, ഇന്ന താബി പറഞ്ഞുവെന്ന്, ഇന്ന താബി പറഞ്ഞുവെന്ന് ഇന്ന ആൾ എന്നോട് പറഞ്ഞു. ഇതാണ് ഇമാം ബുഖാരി ചെയ്ത പണി. ഇനി അത് തെറ്റുപറ്റൽ എന്താണ്? ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരാൾ മറ്റാൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അതിൽ തെറ്റുപറ്റാനുള്ളൂ, വേറൊന്നുമില്ലല്ലോ. ആ പറഞ്ഞൊരാൾ മറ്റാൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഒരു തെറ്റ് പറ്റാൻ ഒരു ചാൻസ് അതിനുള്ളൂ. അപ്പം ഈ പറയപ്പെട്ട ഓരോരുത്തരും ചരിത്രം, അവരെ ഉദ്ധരിച്ച റാവിമാർ, അവരുടെ ശൈഖുമാർ, അവരെ കുറിച്ചൊക്കെ ചരിത്രമുണ്ട്. അതൊക്കെ എല്ലാവരും പരിശോധിക്കുന്നു. എല്ലാവരും പരിശോധിക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പം ഇമാം ബുഖാരി മാത്രം പറഞ്ഞ പണിയല്ല. ഇമാം ബുഖാരി ജനിക്കും മുമ്പേ ഈ ഹദീസ് എല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ജനിച്ച 194 ഇമാം ബുഖാരി ജനിക്കും മുമ്പ് ഈ ഹദീസുകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല ഇമാം ബുഖാരി മാത്രം വന്നിട്ട് പുതിയ സംഗതി തുടങ്ങിയതല്ല. ഇനി ഇമാം ബുഖാരി ഈ കിതാബ് ക്രോഡീകരിച്ചതിന് ശേഷം അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് മുഴുവൻ ഇത് പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ഹദീസ് ഏറ്റവും വലിയ അഗ്രഗണ്യനാണ് ഇമാം അഹമ്മദ്, അതേപോലെ യഹ്യ ഇബ്നു മഈൻ. ഇവർ രണ്ടുപേരും അങ്ങേയറ്റത്തെ വലിയ പ്രഗത്ഭന്മാരാണ്. അവർക്കാണ് ഇമാം ബുഖാരി പരിശോധിക്കാൻ കൊടുത്തത്. അവർ പരിശോധിച്ചു, അവർ ഇത് അംഗീകരിച്ചു. 3 ഹദീസിനെ പറ്റി ഇമാം അഹമ്മദ് ഒരു അഭിപ്രായം ചോദിച്ചു. അത് വൈഫാണെന്നല്ല, ഇത് വേണ്ടെന്നല്ല, അതിനെക്കുറിച്ച് ഇമാം അഹമ്മദ് ചെറിയൊരു അഭിപ്രായം ഇമാം ബുഖാരി ചോദിച്ചു. ഇമാം അഹമ്മദ് ചോദിച്ചു എന്ന കാരണത്താൽ ഇമാം ബുഖാരി ആ ഹദീസ് കിതാബിൽ നിന്ന് ഒഴിവാക്കി. ഇമാം അഹമ്മദ് ചോദിച്ചല്ലോ, അവിടെ ഈ കിതാബിൽ വേണ്ടാന്ന്, അത് ഒഴിവാക്കി. എന്നാൽ ഇമാം ബുഖാരി നാവിൽ നിന്ന് 90,000 ആളുകൾ ഈ കിതാബ് ഓതി പഠിച്ചു. ഇമാം ബുഖാരി നാവിൽ ഇമാം ബുഖാരിന്റെ ജീവിതകാലത്ത് 90,000 മഹാപണ്ഡിതന്മാർ ഇമാം ബുഖാരിന്റെ മുമ്പിൽ വന്നിരുന്ന ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി ഓതി പഠിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ അംഗീകരിച്ചു. ഇനി നമ്മളിപ്പോൾ വന്നിട്ട് ഇമാം ബുഖാരി മനുഷ്യനെ തെറ്റുപറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നത് ഇതിൽ അർത്ഥമില്ല ഈ വിഷയത്തിൽ. എന്നാൽ ഇമാം ബുഖാരി പറഞ്ഞ എല്ലാ അഭിപ്രായവും ശരിയായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇമാം ബുഖാരിൻ്റെ എല്ലാ കിതാബിലും വന്ന എല്ലാ വാചകവും 100% അതേപടി സ്വീകരിക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് പരിശോധിക്കാൻ എന്തെല്ലാം സംവിധാനമുണ്ട്, ആ സംവിധാനം എല്ലാം വെച്ച് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിശോധന മുഴുവൻ അത് പാസ്സായിട്ടുമുണ്ട്. എങ്കിൽ പിന്നെ അത് പരിശോധിക്കേണ്ട ആളല്ലാത്ത ഒരാൾ ഇത് തെറ്റുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. നമ്മൾ ദുന്യാവിനെ കരുത്തൊക്കെ ഒരു വളരെ അഗ്രഗണ്യ ഡോക്ടറെ അടുത്ത് പോയി അയാൾ മരുന്ന് എഴുതി, ആ മരുന്ന് കഴിച്ച് രോഗമൊക്കെ മാറി, അതിനുശേഷം നമ്മൾ ഏതോ ഒരു മെഡിക്കൽ ഷോപ്പ്, നമ്മുടെ നാട്ടിൽ ഒരു അങ്ങാടി മെഡിക്കൽ ഷോപ്പ് പോകാം, അവിടെ ഇത് കുട്ടി പറയണേ, ഇതാ മരുന്ന് ഇതിനുള്ളതല്ലോ, ഇത് പോണേക്ക് ബൈക്കോട് പറഞ്ഞേ, അതിപ്പോൾ ഇത് നോക്കണ ആവശ്യം, ഞാൻ കുടിച്ചിട്ട് സോക്കടും മാറി, ഇനിയിപ്പോൾ ഇത് പരിഗണം പോലെ ഡോക്ടർ ആയിട്ടില്ലല്ലോ ഇതേ. അതാണ് ഇതിൽ ഉള്ളത്. അപ്പം ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പോലും യോഗ്യതയില്ലാത്തവർ, സ്വഹീഹ് ബുഖാരി ഒരു ആവർത്തി ജീവിതത്തിൽ വായിച്ചിട്ടില്ലാത്തവർ, അവരാണ് പറഞ്ഞത് എന്താ തെറ്റ് പറ്റൂലേന്ന്. തെറ്റ് പറ്റാം, പക്ഷെ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തെറ്റ് പറ്റൂല എന്നല്ല, തെറ്റ് പറ്റിയിട്ടുണ്ടോ. അപ്പം ഈ വിഷയത്തിൽ പറ്റാൻ സാധ്യത ഏക തെറ്റെന്താണ്? ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞിട്ട് ചേർക്കണം, ആ തെറ്റേ ഉള്ളൂ. എന്നോട് ഇയാൾ പറഞ്ഞു, അപ്പം അത് ഒന്നെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കണം. ആ തെറ്റല്ലേ സംഭവിക്കാനുള്ളൂ. ലോകത്ത് 10,000-കണക്കായ പണ്ഡിതന്മാർ പരിശോധിച്ച് ഓരൊക്കെ പറയുന്നു ശരിയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം ബുഖാരി മാത്രമല്ല, ഇത് മറ്റൊരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, വ്യത്യസ്ത വഴികളിൽ വരുന്നു, അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നു. അതെല്ലാം മുസ്ലിം ലോകത്തെ മഹാപണ്ഡിതന്മാർ പരിശോധിക്കുന്നു, അവയെല്ലാവരും അംഗീകരിക്കുന്നു. ഇന്നും ലോകത്ത് സ്വഹീഹ് ബുഖാരി കാണാതെ പഠിച്ച 1,00,000 മനുഷ്യന്മാരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും. സ്വഹീഹ് ബുഖാരി ഫുള്ളായിട്ട് ഹിഫ്ളുള്ള 1,00,000 മനുഷ്യന്മാരെങ്കിലും ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഈ കാലത്തും നൂറ്റാണ്ട് എത്ര കഴിഞ്ഞു? 1200 കൊല്ലം കഴിഞ്ഞു. ഈ ഓരോ നൂറ്റാണ്ടിലുമുണ്ട് ഹിഫ്ളാക്കിയ
ധാരാളം മനുഷ്യന്മാർ. ഇന്നത്തെ കാലത്തും ഉണ്ടാകും 1,00,000 ആളെങ്കിലും സ്വഹീഹ് ബുഖാരിയൊക്കെ ഹിഫ്ളാക്കിയവര്. എങ്കിൽ പിന്നെ ഒരു വട്ടം വായിച്ചു നോക്കാത്തവന് ഇത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പറഞ്ഞോട്ടൊക്കെ എന്നല്ലാതെ അതിനൊന്നും ഒരു പരിഗണനയും കൊടുക്കാൻ യോഗ്യതയില്ല. അതിന് അർഹത ഉള്ളവൻ പറഞ്ഞോട്ടെ, അർഹതയുള്ളവർ ആ വകുപ്പിൽ കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞോട്ടെ, ഓരാരും പറഞ്ഞിട്ടില്ല. എങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യാത്തവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൻ്റെ കുഴപ്പമെന്ന് വിചാരിക്കാന്നല്ലാതെ ഇതിന് കുഴപ്പമുണ്ട് വിചാരിക്കാൻ വയ്യ.